നിങ്ങൾ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്ന ശീലമുള്ളവരാണോ? ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാക്കുകൊണ്ടിങ്ങനെ ചുണ്ടിങ്ങനെ നനയ്ക്കാറുണ്ട്. അത് ചുണ്ടിനെ നനയ്ക്കുന്നത് അതിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് നമ്മുടെ സ്കിന്നിനെ പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് പറയാറുള്ളൊരു കാര്യമാണ് ചുണ്ടിന് നിറമില്ല, കറുപ്പ് നിറമാണ് എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ അച്ഛനമ്മമാരുടെ നിറമാണ് നമുക്ക് സാധാരണ ഉണ്ടാവുക. എന്നാൽ നമ്മൾ അതല്ലാതെ ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ട്. ഈ ചുണ്ടി നനയ്ക്കുന്നത് പലപ്പോഴും ഇത് വരണ്ടു പോകുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് മിക്ക ടീനേജ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാകുന്നത്. പിന്നെ അവർ കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും അവർ ചുണ്ട് അറിയാതെ ഇങ്ങനെ നനയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്ന ശീലമുള്ളവരാണോ? ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാക്കുകൊണ്ടിങ്ങനെ ചുണ്ടിങ്ങനെ നനയ്ക്കാറുണ്ട്. അത് ചുണ്ടിനെ നനയ്ക്കുന്നത് അതിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് നമ്മുടെ സ്കിന്നിനെ പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് 90% ആൾക്കാരിലും ഈ സ്കിന്നിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ രീതിയിലുള്ള കറുപ്പും ചെറിയ മുറിവുകളും വേദനകളും ഉണ്ടാക്കും. ഇങ്ങനെ ചെയ്യുന്ന ശീലമുള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം അത് പ്രോട്ടീനെയും ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ ഈ എൻസൈം നമ്മൾ ചുണ്ടിൻ്റെ സൈഡിലെല്ലാം തേക്കുമ്പോഴേക്കും അവിടമെല്ലാം അതിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് ഒന്ന് ഡൈജസ്റ്റഡായി അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് പറയാറുള്ളൊരു കാര്യമാണ് ചുണ്ടിന് നിറമില്ല, കറുപ്പ് നിറമാണ് എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ അച്ഛനമ്മമാരുടെ നിറമാണ് നമുക്ക് സാധാരണ ഉണ്ടാവുക. എന്നാൽ നമ്മൾ അതല്ലാതെ ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം സ്മോക്കിംഗ് തന്നെയാണ് ആണുങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. വൈറ്റമിൻ എ, ബി കോംപ്ലക്സ്, അയൺ ആൻഡ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് തന്നെ പെടുന്നതാണ്. B1 തൈമിൻ, B2 റൈബോഫ്ലോവിൻ, B3 നിയാസിൻ, അങ്ങനെയുള്ള പല വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ B9 ആണ്. ഇങ്ങനെയുള്ള സംഗതികളുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഇത് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാം. അതുപോലെ കരോട്ടനോയിഡ്സ്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വൈറ്റമിൻ ഇയുടെ അഭാവം, വൈറ്റമിൻ D3, വൈറ്റമിൻ കെ, എന്തെങ്കിലും ബ്ലീഡിങ് അബ്നോർമാലിറ്റീസ് ഉള്ളവർക്ക്, പാലർ അതായത് വിളർച്ചയുള്ളവർക്ക് ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ടോണും അതുപോലെ ചുണ്ടിൻ്റെ നിറവും ഭയങ്കരമായിട്ട് മാറിപ്പോയേക്കാം. വിളർച്ച നമുക്ക് കൃത്യമായിട്ട് അതിൽ നോട്ടീസ് ചെയ്യാൻ പാകത്തിന് അറിഞ്ഞേക്കാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന പ്രതിവിധികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കേണ്ടത് നമ്മുടെ സ്കിന്നിനെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇതിന് വേണ്ട ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ തന്നെ അതിന് ബയോ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് പലപ്പോഴും വൈറ്റമിൻസ് സപ്ലിമെൻറ്റ് ചെയ്തതായിട്ട് വന്നേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ട്രേസ് എലിമെൻറ്റ്സ് ആണ്. മഗ്നീഷ്യം, സെലേനിയം, സിങ്ക് ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു പോകും. കോപ്പർ, ചെമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വിവാദ വിഷയമാണ്. അപ്പോൾ ഈ ചെമ്പ് നമുക്ക് അത്യാവശ്യമുള്ള സംഗതിയാണ്. കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കോപ്പർ എന്നുള്ളതാണ് നമ്മൾ അറിയില്ലാത്തൊരു കാര്യം. അതുപോലെ വൈറ്റമിൻ B3 എന്ന് പറയുന്ന സംഗതി, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ ചുണ്ടി നനയ്ക്കുന്നത് പലപ്പോഴും ഇത് വരണ്ടു പോകുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് മിക്ക ടീനേജ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാകുന്നത്. പിന്നെ അവർ കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും അവർ ചുണ്ട് അറിയാതെ ഇങ്ങനെ നനയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പകരം നമുക്ക് ലിപ് ബാം ഉപയോഗിക്കാം. ലിപ് ബാം നമുക്ക് വിപണിയിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നതാണ്. അത് ഓരോ 5 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാഗിലോ പേഴ്സിലോ പോക്കറ്റിലോ വേണമെങ്കിൽ ഒരു ലിപ് ബാം കരുതുന്നതിൽ തെറ്റില്ല. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ടുള്ള ഈ സെബോളിൻ പോലെയുള്ള ക്രീമുകളുണ്ട്. അതിനൊന്നും വലിയ വിലയുള്ളതല്ല. ഒരു 10 രൂപയിൽ താഴെ അതിന് ചെറിയൊരു ബാം പോലത്തെ ഒരു
ചെറിയ ഡപ്പിക്ക് ആവത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ആർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം. മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം വേണമെങ്കിൽ നമുക്കൊരു 10 രൂപയുടെ ഡപ്പി ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഈ ലിപ് ബാം പുരട്ടുന്നത് നന്നായിരിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ചുണ്ട് നമ്മുടെ സലൈവ വെച്ചിട്ട് നനയ്ക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം അങ്ങനെ ചെയ്തെന്നാൽ അത് നമ്മുടെ ചുണ്ടിൽ വീണ്ടും ക്രാക്സും ഫിഷേഴ്സും ഒക്കെ ഉണ്ടാകും. ചിലരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നിരിക്കുന്നത് കാണാറുണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിറം വെക്കാനായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള മരുന്നുകളുണ്ട്, അതിനുള്ള ക്രീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഗ്ലൂട്ടാതയോൺ പോലുള്ള ക്രീമുകൾ ടാബ്ലറ്റെ പറ്റി നേരത്തെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഡോക്ടറെ കണ്ട് അത് അസസ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം അങ്ങനെയുള്ള മരുന്നുകളിലേക്ക് പോവുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് അലോപ്പതി തന്നെ വേണമെന്നില്ല, ആയുർവേദത്തിലോ ഹോമിയോയിലോ ഒക്കെ അതിന് ഉള്ള പ്രതിവിധികളുണ്ടാവും. അത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം എന്നുള്ളത് മാത്രം ഓർമ്മിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. താങ്ക് യു.